2 ഞായറാഴ്ചകൾക്ക് മുടക്കമുണ്ടായി. 77 പ്രഭാഷണങ്ങൾക്ക് ശേഷമാണ് ആ 2 ഇതിനു മുമ്പ് തിരുവണ്ണാമല പോയിരുന്നപ്പോൾ ഒരു മുടക്കമുണ്ടായിരുന്നു. അതൊക്കെ പ്രകൃതിദത്തമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ വളരെ ഗഹനമായിട്ട് അദ്വൈതാനുഭൂതിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. ഇതിന് ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കർമ്മം ആരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അവർ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ആത്മസാക്ഷാത്കാരം ഏത് കർമ്മം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും ആ കർമ്മം ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുകയില്ല. കാരണം എന്താണ്? അത് കർമ്മം കൊണ്ട് നേടേണ്ടതായിട്ടുള്ള കാര്യമേ അല്ല. അത് നിങ്ങളിൽ ഓരോരുത്തരിലും സ്വതസിദ്ധമായിട്ടുള്ള വസ്തുവാണ്. എന്താണ് അത്? തന്നിലെ താൻ. അത്രയേ ഉള്ളൂ, വേറെ യാതൊന്നുമില്ല. നമ്മളിവിടെ 1-ാമത്തെ പ്രഭാഷണം തൊട്ട് ഇതപര്യന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും താനും. തന്നിലെ ഞാൻ പ്രതിബിംബം, ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണുന്നതാണ്. ഉള്ളതായിട്ടുള്ള വസ്തു തന്നിലെ താൻ, നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപം. നമ്മിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഉറങ്ങാതെ ഉണർവോടുകൂടി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ബോധസ്വരൂപം, ആ ബോധസത്യം, ആ നിത്യസത്യം, ആ ആത്മസത്യം, തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ. അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ആരാണോ തൻ്റെ ശ്രദ്ധയിലേക്ക് അതിനെ ഉണർത്തുന്നത് അവന് മാത്രമേ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ കഴിയൂ. വേറെ എന്തെല്ലാം മാർഗങ്ങൾ നിങ്ങൾ അവലംബിച്ചാലും ആത്മസാക്ഷാത്കാരം അന്യമായിരിക്കും. നിങ്ങളെന്നാണോ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഔസേപ്പോ ബഷീറോ കാർത്യായനിയോ ഗോമതിയോ ഒന്നുമല്ല, നായരോ ഈഴവനോ നാടാരോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല. ഇതിനൊക്കെ അന്യമായിട്ട് നാമരൂപരഹിതമായിരിക്കുന്ന തന്നിലെ താൻ. തന്നിലെ താൻ നാമരൂപരഹിതം. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാധിവർത്തി യത് ബ്രഹ്മ. അതാണ് ബ്രഹ്മം. ബൃഹത് ബ്രഹ്മ, എങ്ങും നിറഞ്ഞിരിക്കുന്ന, എന്നിലും അവനിലും അവളിലും ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും പട്ടിയിലും പൂച്ചയിലും ഒക്കെ കൂടി സർവവ്യാപിയായിരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപം, അത് എന്നിൽ കൂടിയും കടന്നു പോകുന്നു, അവനിൽ കൂടിയും കടന്നു പോകുന്നു. അതിനെ പ്രാപിക്കണമെങ്കിൽ എന്നിൽ കൂടി മാത്രമേ അതിനെ പ്രാപിക്കാൻ ഒക്കൂ. എന്നിൽ കൂടിയും അത് കടന്നു പോകും. നീ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും ഏത് മതാനുസാരി ആയാലും ആത്മസാക്ഷാത്കാരം വേണമെങ്കിൽ അവനവനിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മസത്യത്തെ പിടികൂടണം. അത് ഇവിടെ മാത്രമാണുള്ളത്. വേറെ ഒരു സ്ഥലത്തും ഈ അറിവ് പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ നമ്മളെല്ലാവരും എൻ്റേതുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എൻ്റേതുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കാരണം എന്താണ്? ഞാനായിട്ട് നിൽക്കുന്നു. ഞാനായിട്ട് നിൽക്കുന്നിടത്തോളം കാലം എൻ്റേതുകൾ ഉണ്ടാകും. എൻ്റെ ദൈവം,
എൻ്റെ കൃഷ്ണൻ, എൻ്റെ ഗോവിന്ദൻ, എൻ്റെ ശിവൻ. അല്ലേ? ഒരു സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സ്ഥലത്ത് ഒരു വിനായക ചതുർത്ഥി ഘോഷയാത്ര നടക്കുകയാണ്. അപ്പോൾ ധാരാളം ഗണേശ വിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കും. അത് അവസാനം നദിയിൽ കൊണ്ട് സമർപ്പിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് ഗണേശ വിഗ്രഹങ്ങൾ വർഷങ്ങളായിട്ട് എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ പല ആളുകളും ഗണേശ വിഗ്രഹങ്ങളെ കൊണ്ടുവരും. ബ്രാഹ്മണരുടെ ഗണപതി, വാണിയൻ്റെ ഗണപതി, ചെട്ടിയുടെ ഗണപതി, നാടാരുടെ ഗണപതി, നായരുടെ ഗണപതി, അങ്ങനെ ഏതെല്ലാം തരത്തിൽ മതവിഭാഗങ്ങൾ, ജാതി വിഭാഗങ്ങളുണ്ടോ അവർക്കെല്ലാം അവരുടേതായ ഗണപതികളുണ്ട്. ആ അവരുടേതായ ഗണപതിയെ എല്ലാം കൊണ്ടുവരും. ആ ഗണേശ ഘോഷയാത്ര നടക്കുന്ന അവസരത്തിൽ ഏറ്റവും മുന്നിൽ കൊണ്ടുപോകുന്നത് ബ്രാഹ്മണരുടെ ഗണപതിയാണ്. ഒരു സന്ദർഭത്തിൽ ബ്രാഹ്മണരുടെ ഗണപതി വരാൻ താമസിച്ചു പോയി. അപ്പോൾ വാണിയന്മാരുടെ ഗണപതിയാണ് ആദ്യം എത്തിയത്. ബ്രാഹ്മണരുടെ ഗണപതി ഘോഷയാത്ര തുടങ്ങാൻ സമയം കഴിഞ്ഞിട്ടും എത്താത്തത് കൊണ്ട്, സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട് അവസാനം ഘോഷയാത്ര ആരംഭിക്കാമെന്ന് പറഞ്ഞപ്പോൾ വാണിയന്മാരുടെ ഗണപതി മുൻപിൽ നിന്ന് ഘോഷയാത്ര ആരംഭിച്ചു. ഘോഷയാത്ര ആരംഭിച്ച് കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് ബാക്കിൽ പിന്നിൽ നിന്ന് വലിയ ബഹളം. ആരടാ ഘോഷയാത്ര ആരംഭിച്ചത്? ഞങ്ങളുടെ ഗണപതിയല്ലേ ആദ്യമായിട്ട് പോകേണ്ടത്, ബ്രാഹ്മണരുടെ ഗണപതിയല്ലേ ആദ്യമായിട്ട് പോകേണ്ടത് എന്നും പറഞ്ഞ് ബഹളം ആരംഭിച്ചു. ഇതാണ് അവസ്ഥ. ദൈവങ്ങൾ പോലും എൻ്റേതുകൾ ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ഗണപതി, നിൻ്റെ ഗണപതി, വാണിയൻ്റെ ഗണപതി, നാടാരുടെ ഗണപതി, ചെട്ടിമാരുടെ ഗണപതി, ആ തരത്തിൽ എൻ്റേതുകളായിട്ട് എല്ലാം അധപ്പതിച്ചിരിക്കുകയാണ്. അവിടെ ഒന്നും ആ വിഗ്രഹത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള അനുഗ്രഹവും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ? എൻ്റേതുകളിൽ നിലനിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. എൻ്റേതുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആ വസ്തുവുമായിട്ട് പ്രാപ്യത ഉണ്ടാകുന്നില്ല. പ്രാപ്യത ഉണ്ടാകണമെങ്കിൽ അൺലിമിറ്റഡ് ആയിരിക്കണം. ഞാൻ ഭാവത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ലിമിറ്റഡാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഖുർആൻ, എൻ്റെ ഗീത, എൻ്റെ ബൈബിൾ എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം ലിമിറ്റഡാണ്. അതെല്ലാം അങ്ങനെ പറയുന്നതിന് കാരണം എന്താണ്? നിങ്ങൾ ഞാൻ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. നിങ്ങൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. നിസ്സാരം ഈ അറിവ് അങ്ങോട്ട് ഉണ്ടായാൽ മാത്രം മതി, ഈ അറിവിലേക്ക് ഉണർന്നാൽ മാത്രം മതി. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അല്ലേ? വാണിയനിലും ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും ബ്രാഹ്മണനിലും ക്ഷത്രിയനിലും വൈശ്യനിലും ശൂദ്രനിലും പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും ഒക്കെ കൂടി കടന്നു പോകുന്ന ആ വസ്തു സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന അവിനാശിയായ ആ വസ്തു, ഒരിക്കലും നശിക്കാത്ത ആ വസ്തു, ആ വസ്തുവിനെ നമ്മുടെ ഈ ശരീരം നശിക്കുന്നതിന് മുൻപ് ഈ ശരീരത്തിലുള്ള ആഭിമുഖ്യം വിട്ടിട്ട് ഞാൻ ഈ ശരീരമാകുന്നു എന്നുള്ള ഭാവന വിട്ടിട്ട് ഞാൻ ഈ ശരീരമേ അല്ല, ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി, ദേഹത്തിനകത്തിരിക്കുന്ന ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത ഭഗവത്ഗീതയിൽ പറയുന്നു. ആ ദേഹി, ആ ശരീരി,
അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഏതൊരാളാണോ ഈ ജന്മത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ ഇതിൽ നിന്ന് അതിലേക്ക് മാറ്റണം, അവർക്ക് മാത്രമേ ആത്മസാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. വേറെ ആർക്കും കിട്ടില്ലേ സ്വാമി? വേറെ എങ്ങനെയാണ് കിട്ടുന്നത്? വേറെ കിട്ടാനുള്ള മാർഗമില്ലല്ലോ. നിങ്ങളിൽ തന്നെ ഉള്ള ആ വസ്തുവിനെ പ്രാപിച്ച് അതായിട്ട് മാറണം. നിങ്ങളിലുള്ള ആ താൻ ഭാവത്തെ പ്രാപിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ഈശ്വരനിലൂടെ ബ്രഹ്മത്തെയാണ് പ്രാപിക്കുന്നത്. തന്നിലെ താൻ തന്നെയാണ് ആ ഈശ്വരൻ. തന്നിലെ താൻ. ഇവിടെ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നൊക്കെ തർക്കങ്ങളാണ് ആളുകൾ നടത്തുന്നത്. ഭഗവത്ഗീത വളരെ വ്യക്തമായിട്ട് ഈശ്വരനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എല്ലാവരുടെയും ഹൃദയത്തിൽ എങ്ങനെയായിരിക്കുന്നത്? തന്നിലെ താൻ ആയിട്ട്. തന്നിലെ താൻ, ആ ഈശ്വര ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, ആ ബോധസ്വരൂപം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ ഉണർവോടുകൂടി ഇരിക്കുന്ന ആ ബോധസ്വരൂപം, അതാണ് ഈശ്വരൻ. എല്ലാവരിലും ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവൻ്റെ ഉള്ളിലും ഇരുന്നു കൊണ്ട് ഈശ്വരൻ ഇല്ല എന്ന് പറയിപ്പിക്കുന്നതിന് ശക്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യം. രാമകൃഷ്ണദേവൻ പറയുന്നത് പോലെ ഈശ്വരനില്ല എന്ന് പറയുന്നവൻ സ്വന്തം നാവ് കൊണ്ട് എനിക്ക് നാവില്ല എന്ന് പറയുന്നത് പോലെയാണ്, അല്ലേ? സ്വന്തം നാവ് കൊണ്ട് എനിക്ക് നാവില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത്. അവൻ ഈ പറയുന്നതിനുള്ള ശക്തി നൽകുന്ന ആ ചൈതന്യം അവൻ്റെ ഉള്ളിൽ അവനിലെ താനായിട്ടിരിക്കുന്നു. അവൻ ഞാൻ ഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത്. കാരണം അവൻ അതിനപ്പുറത്തേക്ക് ഉയരാൻ അവന് കഴിയുന്നില്ല. അവിടെ അവൻ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താ? അഹംഭാവം, അഹങ്കാരം. ഞാൻ പറയുന്നതാണ് ശരി, ഈശ്വരനില്ല എന്ന് ഞാൻ പറയുന്നു. ആരെങ്കിലും ഉണ്ടോ എന്ന് തെളിയിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്, എന്നാണ് പറയുന്നത്. എന്തിനാ തെളിയിക്കുന്നത്? നീ തന്നെയല്ലേ ഈശ്വരൻ, പിന്നെ തെളിയിക്കുന്നതിനാണ്? നീ അതുതന്നെയാകുന്നു. തത് ത്വമസി. ആ ഈശ്വരൻ നീ തന്നെയാകുന്നു. അവനോട് തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. പോ മറയത്തൊന്നും. അവരെയൊക്കെ കളയുക മാത്രമേ വേണ്ടൂ. നമുക്കവരോടൊന്നും തർക്കിക്കാനുള്ള സമയമില്ല. കാരണം അവർ എന്തു പറഞ്ഞാലും അവരുടെ ആ മുരട്ടു പിടിയിൽ തന്നെ പിടിച്ചു നിൽക്കും. മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ധാരണ അവർക്കില്ല. അതുകൊണ്ട് അത്തരം ആളുകളോട് സംസാരിക്കുകയല്ല, തർക്കിക്കരുത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് 51-ാമത്തെ മന്ത്രം, സൈന്ധവസ്യ ഘനോ യദ്വത് ജലയോഗാത് ജലം ഭവേത് സ്വാത്മയോഗാത് തഥാ ബുദ്ധിരാത്മൈവ ബ്രഹ്മവേദിനഃ. ഒരു ഉപ്പുപരൽ വെള്ളത്തിലിട്ടാൽ ഏത് പ്രകാരമാണോ ആ വെള്ളവുമായിട്ട് ഏകീഭവിക്കുന്നത്, അതുപോലെ ഇത്തരം സത്സംഗങ്ങളിലൂടെ ഏതൊരാളാണോ ആ വസ്തുവിനെക്കുറിച്ച് ബോധവാനായി ആ വസ്തു എന്നിലെ താനായിരിക്കുന്നു എന്നറിഞ്ഞ് തന്നിലെ ഞാനെന്ന് പറയുന്നത് അതിൻ്റെ പ്രതിബിംബമാണ് എന്ന് ധരിച്ച് തൻ്റെ ശ്രദ്ധയെ ആരാണോ ഈ ഞാൻ ഭാവത്തിൽ നിന്ന് വിടർത്തി താൻ ഭാവത്തിൽ നിലനിർത്തുന്നത്, അപ്പോൾ ഈ ഞാൻ ഭാവം തന്നെ താൻ ഭാവമായിട്ട് മാറുന്നു. ഏത് പ്രകാരമാണോ വെള്ളത്തിലിട്ട ഉപ്പുപരൽ വെള്ളവുമായിട്ട് ഏകീഭവിക്കുന്നത് അതുപോലെ, അല്ലെങ്കിൽ നദി ഏതു പ്രകാരമാണോ സമുദ്രവുമായിട്ട് ചേർന്ന് ഏകീഭവിക്കുന്നത് അതുപോലെ തന്നിലെ
ബുദ്ധി ഞാനാകുന്നു എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ധരിച്ചിരിക്കുന്ന ആ ധാരണയെ മാറ്റി തൻ്റെ ബുദ്ധി കൊണ്ട് ഇതല്ല യഥാർത്ഥ ഞാനെന്ന് പറയുന്നത് ഈ ഞാനിനും ആശ്രയമായിരിക്കുന്ന ബിംബം തൻ്റെ ഉള്ളിൽ മറ്റൊന്നുണ്ട്, അതാണ് എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്നത് എന്ന് ഭാവനയിലൂടെ തിരിച്ചറിഞ്ഞ് ത്രിഷു ധാമസു യത് ഭോക്താ ഭോഗ്യം ഭോഗസ്യ യത് ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി. ആ സാക്ഷി ചൈതന്യം, അതിനെ നമ്മളെപ്പോഴും ഭാവനയിലൂടെ കാണാതെ കാണണം. അങ്ങനെ മാത്രമേ അതിനെ കാണാൻ ഒക്കൂ. അതിനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ, അതിനെ കണ്ടാലേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് ധരിക്കരുത്. കറണ്ടിനെ നമ്മൾ കാണാതെ കറണ്ടുണ്ട് എന്ന് ധരിക്കുന്നില്ലേ, അതുപോലെ ഈശ്വരനെയും നമുക്ക് കാണാതെ കാണാൻ സാധിക്കും. സദാ കണ്ടുകൊണ്ടിരിക്കണം. ആ കാണൽ തന്നെ അറിവായിട്ട് മാറുന്ന സമയത്ത്, ഞാൻ താനായിട്ട് മാറുന്ന അവസരത്തിൽ അയാൾ സദാ ശിവഭാവത്തിലിരിക്കും, ശിവമായിട്ട് മാറുന്നു. ശിവം എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപം, തന്നിലെ താൻ. ശിവം തന്നിലെ താൻ. ഞാനിൽ നിന്ന് ഏതൊരാളിൻ്റെ ശ്രദ്ധയാണോ തന്നിലെ താനിലേക്ക് ഉയർന്ന് ആ താനാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് സദാസമയവും ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ ആർക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുവോ അവർക്ക് മാത്രമേ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ സാധിക്കൂ. ഇവിടെ കർമ്മമൊന്നുമില്ല, ഭാവം. യദ്ഭാവോ തദ്ഭവത്. ഇവിടെ ഒരു കർമ്മവുമില്ല. സെൻ ഇതുപോലെയാണ്, അവിടെയും യാതൊരു കർമ്മവുമില്ല. ബുദ്ധിസത്തിൻ്റെ ഒരു പിരിവാണ് സെൻ. അവിടെയും കർമ്മം എന്നുള്ളത് ഇല്ലേ ഇല്ല. പക്ഷേ ഇപ്പോൾ മലേഷ്യയിലും മലയായിലും ടിബറ്റിലുമൊക്കെ സെൻ കർമ്മത്തിലേക്ക് അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള മന്ത്രങ്ങളും ഒക്കെ അവർ ചൊല്ലിക്കൊണ്ട് കർമ്മത്തിലേക്ക് അവർ താഴ്ന്നിരിക്കുകയാണ്. കർമ്മം ചെയ്താലേ ഇത് കിട്ടൂ എന്നുള്ള ഭാവത്തിലേക്ക് അവർ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. സാഖ്യത്തിൻ്റെ അതേ രീതി തന്നെയായിരുന്നു സെൻ ബുദ്ധിസത്തിനും ഉണ്ടായിരുന്നത്. ജപ്പാനിലെ ബാങ്കേയി എന്ന് പറയുന്ന ഒരു സെൻ സാധു ഒരു മലയുടെ മുകളിൽ 100 ശിഷ്യന്മാരുമായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ജപ്പാനിലെ ചക്രവർത്തിക്ക് ഇദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കണം എന്ന ആഗ്രഹമുണ്ടായി. ഇദ്ദേഹവുമായിട്ട് സംസാരിക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ടായപ്പോൾ അദ്ദേഹം ഈ ബാങ്കേയി എന്ന് പറയുന്ന സാധുവിനെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് മലമുകളിൽ ഒറ്റയ്ക്ക് വളരെ പാടുപെട്ട് ത്യാഗങ്ങൾ സഹിച്ച് അവിടെ എത്തണമെങ്കിൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ ആ മലമുകളിൽ എത്താൻ സാധിക്കൂ. അങ്ങനെ അദ്ദേഹം അവിടെ എത്തിയിട്ട് അദ്ദേഹം ആ ബാങ്കേയിയോട്, ആ സാധുവിനോട് പറഞ്ഞു, താങ്കളെക്കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിരിക്കുന്നു, താങ്കളുടെ പ്രശസ്തിയെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് താങ്കളുടെ ശിഷ്യന്മാരുമായിട്ട് ഇവിടെ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരിക. എവിടെയെല്ലാം എന്തെല്ലാമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എനിക്കറിയണമെന്നുണ്ട്, കാണണമെന്നുണ്ട്. അതെല്ലാം എന്നെ കാണിച്ചു തരിക എന്ന് അദ്ദേഹം ചക്രവർത്തി ബാങ്കേയിയോട് ആവശ്യപ്പെട്ടു. ശരി, കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ചക്രവർത്തിയെയും കൊണ്ട്
കുശിനിയിൽ പോയി. അവിടെ കുറേ ആളുകൾ ആഹാരം പാകം ചെയ്യുന്നുണ്ട്. ഊണുമുറിയിലേക്ക് പോയി. അവിടെ കുറേ ആളുകൾ ഊണ് കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുളിപ്പുരയിലേക്ക് പോയി കുറേ ആളുകൾ കുളിക്കുന്നുണ്ട്. പാത്രം കഴുകുന്ന സ്ഥലത്ത് പോയി കുറേ ആളുകൾ പാത്രം കഴുകുന്നുണ്ട്. വിളക്കൊരുക്കുന്ന വിളക്കുകൾ തേക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ചെയ്യുന്നുണ്ട്. ആഹാരം പാകം ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി, വിറക് കീറുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അങ്ങനെ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളെയും ഒന്നിന് പിന്നാലെ മറ്റൊന്നായിട്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തപ്പോൾ ചക്രവർത്തിക്ക് തന്നെ മടുപ്പ് തോന്നി. മതി ഇതൊക്കെ മതി കണ്ടു കഴിഞ്ഞു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം അവിടെ നോക്കിയപ്പോൾ അവിടെ അതിൻ്റെ മധ്യത്തിലായിട്ട് തളികയോട് കൂടിയ ഒരു ഗോപുരത്തിൻ്റെ കീഴിൽ ഒരു ഗോളം തൂങ്ങുന്നുണ്ട്. ആ കെട്ടിടം എന്തോ ആണ് എന്ന് ചക്രവർത്തി ബാങ്കൈയോട് ചോദിച്ചു. അവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബാങ്കൈ അത് കേട്ടതായിട്ട് ഭാവിച്ചില്ല. അപ്പോൾ ചക്രവർത്തി വിചാരിച്ചു, ഞാൻ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അത് ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്, ഒരുപക്ഷെ കേട്ട് കാണില്ലായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ഒന്നുകൂടെ അല്പം കൂടെ ഉച്ചത്തിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു. അതിനും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ബാങ്കൈ ചക്രവർത്തിയെയും കൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് വീണ്ടും പോയി. വായനശാല, മെഡിറ്റേഷൻ നടത്തുന്ന സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വീണ്ടും കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന് മടുത്തു, ചക്രവർത്തിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളോട് ആ ഗോളം തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കാത്തവനെ പോലെ, ചെകിടനെ പോലെ, പൊട്ടനെ പോലെ നിങ്ങൾ പെരുമാറി. അതെന്തുകൊണ്ടാണ് എന്ന് ചക്രവർത്തി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ നിർബന്ധിച്ച് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം, കാരണം താങ്കൾ ചക്രവർത്തിയല്ലേ, അതുകൊണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ അങ്ങ് എന്നോട് എന്താണ് ചോദിച്ചത്, ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത് അത് എനിക്ക് കാണിച്ചു തരാനാണ് പറഞ്ഞത്. ഞാൻ താങ്കളെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി, അടുക്കളയിൽ കൊണ്ടുപോയി അവിടെ ചെയ്യുന്ന ജോലി കാണിച്ചു തന്നു, പാത്രം കഴുകുന്നിടത്ത് കൊണ്ടുപോയി അവിടെ ചെയ്യുന്ന ജോലി കാണിച്ചു തന്നു, വെള്ളം കോരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ചെയ്യുന്ന ജോലി കാണിച്ചു തന്നു, വിറക് കീറുന്ന സ്ഥലത്ത് കൊണ്ടുപോയി, നാമം ചൊല്ലുന്ന സ്ഥലത്ത് കൊണ്ടുപോയി, ഭജന പാടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി, ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങേക്ക് കാണിച്ചു തന്നു. പിന്നെന്തുകൊണ്ടാണ് ഇവിടെ കൊണ്ടുപോകാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തുത്തരമാണ് പറയേണ്ടത്? അവിടെ ഈ ജോലികളെല്ലാം കഴിഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഉള്ള ഇരിപ്പാണ്. ഒന്നും ചെയ്യുന്നില്ല, യാതൊരു കർമ്മവും അവിടെ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് കാൾഡ് മെഡിറ്റേഷൻ. ധ്യാനമെന്ന് പറയുന്നത് ഒരു കർമ്മമല്ല. പക്ഷേ നമ്മൾ പലരും ധ്യാനിക്കാനിരിക്കുമ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ധ്യാനിക്കാനിരിക്കുന്നത്. മൂക്കും വായും ഒക്കെ മുറുക്കി പിടിച്ച് അങ്ങനെ കണ്ണൊക്കെ ഉയർത്തി പിടിച്ച് എന്തോ ചെയ്യുന്നത് പോലെയാണ് ഇരിക്കുന്നത്. അത് ധ്യാനമല്ല. ധ്യാനമെന്ന് പറയുന്നത് ശരീരം കംപ്ലീറ്റായിട്ട് അയച്ച് യാതൊരു ചിന്തയുമില്ലാതെ മനസ്സിനെ ശ്രദ്ധിക്കാതെ, അപ്പോഴും മനസ്സുണ്ടാവും, മനസ്സ് പലതരത്തിലുള്ള വിഷയങ്ങളിലേക്ക് അലഞ്ഞുകൊണ്ടിരിക്കും. ഒരല്പസമയം നിങ്ങൾ ആ മനസ്സിനെ ഒന്ന് വാച്ച് ചെയ്താൽ, ശ്രദ്ധിച്ചാൽ ആ മനസ്സ് താനെ അടിയും, നിശബ്ദമാകും, മനസ്സിൻ്റെ ചലനം നിൽക്കും.
അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവസു ദുഷ്കരം. അതിന് ഭഗവാൻ പറയുന്നത് അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അതിനെ നമുക്ക് പിടിച്ചടക്കാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആ മനസ്സിനെ നിങ്ങൾ ബലം പ്രയോഗിച്ച് നിശബ്ദമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട. ഏതെല്ലാം വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്നുണ്ടോ ആ പോകുന്ന മനസ്സിനെ നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾ മനസ്സിനെ തുടരരുത്, അതിൻ്റെ വിഷയങ്ങളെ തുടരരുത്. അവിടെ എന്താണെന്ന് ആ മനസ്സിനെ മാത്രം ഒന്ന് വാച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ വാച്ചറായിട്ടിരിക്കുകയാണ്. നിങ്ങളവിടെ കർമ്മം ചെയ്യുന്നില്ല, ഒള്ളി വാച്ചർ. നിരീക്ഷിക്കുന്നു. നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ താനെ ആ മനസ്സ് അടങ്ങും. പിന്നെ നിങ്ങളൊന്നും അറിയില്ല. ആ അവസ്ഥയിൽ തന്നെ നിങ്ങൾ എത്ര നേരം ഇരുന്നു എന്നറിയില്ല. ഒന്നും ചെയ്യാതിരിക്കുന്ന നിലയാണ് ധ്യാനം. പക്ഷേ നമ്മൾ ധ്യാനിക്കാനിരിക്കുന്ന അവസരത്തിൽ തീരുന്നതുവരെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഭാവത്തിലാണ് നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുന്നത്, ധ്യാനം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും. അതും ഒരു ഭാവമാണ്. അവിടെയും കർമ്മം ഇല്ല. കർമ്മമുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാവില്ല. കർമ്മമുണ്ടെങ്കിൽ അത് ധ്യാനമാവില്ല. നിങ്ങൾ ധ്യാനിക്കാനിരിക്കുന്ന അവസരത്തിൽ ആളുകൾ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കർമ്മവും ചെയ്യാനില്ല. ജസ്റ്റ് വാച്ച് ദ മൈൻഡ്. മനസ്സ് താനേ അടങ്ങും. കലങ്ങിയ വെള്ളത്തെ തെളിയുന്നതിന് വേണ്ടിയിട്ട് തേറ്റാമ്പൽ, ആ വെള്ളത്തിലെ കലക്കലിനെയും കൊണ്ട് ആ തേറ്റാമ്പരൽ പൊടി താഴേക്ക് അടിയും. വെള്ളത്തിലെ കലക്കലിനെയും കൊണ്ട്, ചെളിയൊക്കെ കലർന്നിരിക്കുന്ന വെള്ളമാണെങ്കിൽ തേറ്റാമ്പരൽ പൊടി ആ വെള്ളത്തിലിട്ടാൽ ആ കലക്ക വെള്ളത്തിലെ കലങ്ങലിനെയും കൊണ്ട് ഈ തേറ്റാമ്പരൽ പൊടി അടിയുന്നത് പോലെ വിഷയങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ നിരീക്ഷിച്ചാൽ ആ വിഷയങ്ങളോടൊപ്പം ഈ മനസ്സും താനെ അടങ്ങും. മനസ്സ് താനെ അടങ്ങിക്കഴിഞ്ഞാൽ അത് മനസ്സില്ലാത്ത അവസ്ഥ, അമനസ്കത്വം, മനസ്സിൻ്റെ അമനീഭാവം ഉണ്ടാകും. ആ നിലയിൽ മാത്രമേ നമുക്ക് അതിനെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ധ്യാനത്തെക്കുറിച്ച് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ബാങ്കേയി അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടുത്തെ ആളുകളെല്ലാം ആ മുറിയിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. താങ്കൾ ചോദിച്ചത് ഇവിടെയുള്ള ആളുകൾ എവിടെയെല്ലാം എന്തെല്ലാമാണോ ചെയ്യുന്നത് അത് എന്നെ കാണിച്ചു തരാനാണ് പറഞ്ഞത്. ആ മുറിയിൽ, ആ ധ്യാനമുറിയിൽ ആളുകൾ ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാതെ ഇരിക്കുക. ചുമ്മാതിരിപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവിടെ വരുന്ന ജയകുമാറിൻ്റെ ജ്യേഷ്ഠൻ ഇറക്കിയിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ചുമ്മാതിരിക്കും സൂത്രം. ചുമ്മാതിരിപ്പ്. അപ്പോൾ ബാങ്കേയി പറഞ്ഞു, ഇവിടെ ആളുകൾ ഒന്നും ചെയ്യുന്നില്ല, ധ്യാനമുറിയാണ്. താങ്കളെ ഇതിനകത്ത് കൊണ്ടുവന്നാൽ താങ്കൾ ചോദിക്കും, ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്. സൈന്ധവസ്യ ഘനോ യദ്വത് ജലയോഗാത് ജലം ഭവേത് സ്വാത്മയോഗാത് തഥാ സ്വാത്മയോഗാത്. എന്താ ആത്മയോഗം ഇവിടെ പറഞ്ഞത്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഞാനെന്ന് പറയുന്നത് ഈ ശരീരത്തിൽ തന്നെ
ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷിസ്വരൂപം, ആ ചൈതന്യസ്വരൂപം, ആ ബോധസ്വരൂപം, ആ ഈശ്വര ചൈതന്യം, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ, അതായത് തന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, ദാറ്റ് ഈസ് ആത്മയോഗം. വേറൊന്നുമല്ല ആത്മയോഗം, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യത്തെ ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ നിൽക്കുക, അത്രയേ ഉള്ളൂ. ആ അറിവിൽ നിൽക്കുക, ആ അറിവിൽ നിന്ന് മാറാതിരിക്കുക, ആ അറിവിൽ നിന്ന് താഴാതിരിക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടപ്പനല്ല, ഗോപാലകൃഷ്ണനല്ല, നായരല്ല, ഈഴവനല്ല, ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഇതൊന്നും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ദഹിക്കില്ല. സംഘടനയുമായിട്ട് പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് ഇത് ദഹിക്കില്ല. അവരൊക്കെ ഇതിനെതിരായിട്ട് നിൽക്കും. ഞാൻ പറഞ്ഞില്ല, എന്നെ ഒരിക്കൽ പ്രസംഗിക്കാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ നായരായിരിക്കുന്നിടത്തോളം കാലം, ബ്രാഹ്മണനായിരിക്കുന്നിടത്തോളം കാലം, ഈഴവനായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാമി ജാതിയെക്കുറിച്ച് സംസാരിച്ചു. അതുകൊണ്ട് സ്വാമിയുടെ പേര് വെട്ടി. ഇതാണ് അവരുടെ അറിവ്. നിങ്ങൾ ഏത് കാലത്തോളം, ഏത് സ്വാമിയാണെങ്കിലും ശരി, ഏത് ആസാമിയാണെങ്കിലും ശരി, എത്ര കാലത്തോളം നിങ്ങൾ ജാതി മതം ചിന്തകൾക്ക് അധീനമായിട്ട് കഴിയുന്നു, അത്രയും കാലത്തോളം നിങ്ങളിൽ വേഷം മാത്രമേ ഉള്ളൂ. വേഷം ചുറ്റി നടക്കുന്ന വെറും മാരണങ്ങൾ. ഈ വേഷത്തിലൊന്നുമല്ല കാര്യം. ഈ വേഷമെന്നൊക്കെ പറയുന്നത് വെറും ഒരു ഉപാധി മാത്രമാണ്. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേഷമില്ല, ഗൃഹസ്ഥ ആശ്രമികളാണ്, ഗൃഹസ്ഥധർമ്മം പരിപാലിക്കുന്നവരാണ്, ഭാര്യയായിട്ടും ഭർത്താവായിട്ടും കുടുംബത്തോടൊപ്പം കഴിയുന്നവരാണ്. നിങ്ങൾക്ക് കാഷായ വസ്ത്രം ഇടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളിലെ ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല ഞാൻ. ഈ ശരീരത്തിൽ ഈ കുട്ടപ്പനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു ചൈതന്യമാണോ ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും സുഷുപ്തി അവസ്ഥയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് നിങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താ വേണ്ടത്? ഞാൻ അതാണ് എന്ന് നിങ്ങൾ സ്വയം ബോധിച്ച് സ്വയം പ്രഖ്യാപിക്കണം. യെസ്, ഐ എം ദാറ്റ്, നോട്ട് ദിസ്. ഈ ദുർഗാനന്ദ സരസ്വതി അല്ല ഞാൻ, ദുർഗാനന്ദ സരസ്വതിയാണ് എന്ന അഭിമാനത്തോടു കൂടി നടക്കുന്നവനാണെങ്കിൽ പൂജ്യന്മാർക്ക്. ഞാൻ ഈ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യമാണ് എന്ന ബോധത്തിലേക്ക് ഉയർന്ന് ആ സ്ഥിതിയിൽ നിൽക്കുന്നില്ല എങ്കിൽ ദുർഗാനന്ദ സരസ്വതിയെ കൊണ്ടൊരു പ്രയോജനവുമില്ല. അയാൾ വെറും മൂഢൻ. അവൻ്റെ പുറകെ നടന്നാൽ അന്ധേന ഇവ നിയമാന യഥാന്ധാഹ, അന്ധൻ്റെ പിന്നാലെ നടക്കുന്നവരെ പോലെ ആയിത്തീരും അങ്ങനെയുള്ളവരുടെ പിന്നാലെ നടന്നാൽ. അപ്പോൾ സ്വാമിയാണെങ്കിലും ഈ അറിവിലേക്ക് ഉണർന്ന് ഈ അറിവിൽ തന്നെ സ്വയം വിരാജിക്കുന്ന ആളായിരിക്കണം. അയാളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകൂ. ഇല്ലാത്തതെല്ലാം ഉദരനിമിത്തം ബഹുകൃതവേഷം. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിട്ടില്ലേ? അവരെക്കുറിച്ചാണ്. കണ്ടാൽ ഭയങ്കര സന്യാസിയാണ്, അതിതേജസ്വിയാണ്,
കാരണം എന്താ? കഴിക്കുന്നത് അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. അതുകൊണ്ടൊന്നും കാര്യമില്ല. വേണ്ടത് ഈ അറിവ് നില. ഈ അറിവ് നില ഒരു ഗൃഹസ്ഥൻ സ്വീകരിക്കുമെങ്കിൽ ആ ഗൃഹസ്ഥ ധർമ്മത്തിൽ ഇരുന്നു കൊണ്ട് നാഗമകാശയൻ എന്നൊരാൾ സന്യാസി രാമകൃഷ്ണദേവനോട് ചോദിച്ചു, എനിക്ക് സന്യാസം സ്വീകരിക്കണം. നീ എന്തിനാടാ സന്യാസം സ്വീകരിക്കുന്നത്? നീ അതായിട്ടിരിക്കുകയല്ലേ, പിന്നെ നിനക്കെന്തിനാ സന്യാസം? രാമകൃഷ്ണദേവൻ നാഗമകാശയനോട് ചോദിച്ചതാണ്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗൃഹസ്ഥിലിരുന്നു കൊണ്ട് ഗൃഹത്തിലെ എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ച് കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ആരുടെ ഉള്ളിലാണോ ഞാനെന്ന് പറയുന്നത്, ആ സച്ചിദാനന്ദ സ്വരൂപം എന്നിലെത്താൻ ഈ ശരീരത്തിൽ നിന്ന് വിട പറയുന്നതിന് മുൻപ്, ആ സത്തായ വസ്തു ഈ ശരീരം വിട്ടുപോകുന്നതിന് മുൻപ്, പ്രിയമുള്ളവരെ, ഈ അവസരം പാഴാക്കരുത്. നിങ്ങൾക്കിപ്പോൾ അത് കേൾക്കാൻ കഴിയുന്നു. മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ ഒരവസരം കിട്ടുക എന്ന് പറയുന്നത് അതിദുർലഭം. കിട്ടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കാനുള്ള ഒരവസരം കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാൾ ദുർലഭം, അതിദുർലഭം. അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. നിരന്തരമായിട്ട് നിങ്ങൾ അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ അതിനെ നിങ്ങളിൽ നിലനിർത്തുന്നില്ല എങ്കിൽ, നിലനിർത്താതെയാണ് ഈ ശരീരം വെടിയാൻ പോകുന്നത് എങ്കിൽ, ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് എന്തു പ്രയോജനം? ഇനി എത്ര കാലം കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് വന്നു ഭവിക്കാൻ പോകുന്നത്? എത്ര ജന്മങ്ങൾ കഴിയണം? ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി? എന്തിനാ ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി? നമ്മൾ കണ്ടില്ലേ ആ ഒരു ആനയെ കഴിഞ്ഞ ദിവസം കൊമ്പ് നെറ്റി മസ്തകത്തിൽ വേറൊരു ആനയുടെ കുത്തുകൊണ്ട് പഴുത്ത് വൃണമായി പുഴുവരിച്ച് അവസാനം ആ ആനയെ മയക്കുവെടി വെച്ച് അതിനെ ചികിത്സിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ അത് ഉരുണ്ട് താഴെ വീണ് മരിക്കുകയുണ്ടായി, ചത്തുപോയി. ഇതൊക്കെ ഓരോ ശരീരത്തിലിരിക്കുമ്പോഴും അതിനു മുൻപ് മനുഷ്യ ജന്മത്തിൽ, ഇപ്പം കണ്ടില്ലേ, പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ, ഓരോ ദിവസവും 5 പേരെ കൊന്നു, 3 പേരെ കൂടെ കൊല്ലാനുണ്ടായിരുന്നു, 5 കിട്ടിയുള്ളൂ എന്നൊക്കെ വീരവാദം പറയുന്ന ആളുകൾ. ഇവരൊക്കെ ഓരോരോ ശരീരങ്ങളിൽ കൂടി വന്ന് ഇതിൻ്റെ എല്ലാം ഫലം അനുഭവിച്ച് തന്നെ തീർക്കണം. ഒരു സ്ഥലത്തോട്ടും മാറിപ്പോകില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഓരോരുത്തർക്കും മാറിപ്പോവില്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള സർവകർമ്മങ്ങളുടെയും ഫലം അത് കർമ്മമായിട്ട് വന്നിട്ടില്ല, ഭാവത്തിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും മോഷ്ടിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ മോഷ്ടിക്കാൻ കഴിഞ്ഞില്ല. മോഷ്ടിക്കുന്നവൻ കള്ളൻ. മോഷ്ടിക്കണമെന്ന് വിചാരിച്ച് ചെയ്യാൻ കഴിയാതിരിക്കുന്നവനും കള്ളൻ തന്നെയാണ്. ഭഗവാന്റെ ദൃഷ്ടിയിൽ മോഷ്ടിച്ചവൻ കള്ളൻ. മോഷ്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് മോഷ്ടിക്കാൻ കഴിയാതിരിക്കുന്നവനും ഭഗവാന്റെ ദൃഷ്ടിയിൽ കള്ളൻ തന്നെയാണ്. കാരണം എന്താ? ആ ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ ഏത് ഭാവമാണോ നിങ്ങളിൽ നിലനിർത്തിയിരിക്കുന്നത്, ആ ഭാവം അപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെടും. ഒരുത്തനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു, കൊന്നില്ല. ഞാൻ കൊന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പാപം ചെയ്യാത്തവനായിട്ട് കണക്കാക്കപ്പെടുകയില്ല. നീ കൊലയാളിയായിട്ട് തന്നെ നിൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെടും.
എപ്പോഴാണോ നീ ഒരുത്തനെ കൊല്ലണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്, ആ നിമിഷം തന്നെ നീ കൊലയാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, കൊന്നവന് തുല്യമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ തരത്തിലുള്ള ചിന്തകൾ പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ സാത്വിക ഭാവത്തിൽ മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുമോ ആ തരത്തിലെല്ലാം ജീവിച്ചുകൊണ്ട് ഈ ശരീരം വിട്ടുപോകുന്നതിന് മുൻപ് പ്രധാന കാര്യം അതാണ്. നിങ്ങളുടെ ഭാര്യ, മക്കൾ, ഭർത്താവ് അവരെയൊക്കെ സംരക്ഷിക്കേണ്ടത്, അവരുടെ സുഖസൗകര്യങ്ങൾ നോക്കേണ്ടത് ഒക്കെ അതുപോലെ പ്രാധാന്യമുള്ളതാണ്. അതെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ദാറ്റ് ഈസ് യുവർ പ്രാരബ്ധ. അതിൽ നിന്ന് ഒഴിയണ്ട, ഒഴിയാൻ പറ്റുകയില്ല. എങ്ങനെയാണ് ഒഴിയുന്നത്? മക്കളുടെ കാര്യം നോക്കണ്ടേ, ഭർത്താവിൻ്റെ കാര്യം നോക്കണ്ടേ, വേറെ ആരെങ്കിലും വന്ന് നോക്കുമോ? അതൊക്കെ നിങ്ങളുടെ നിത്യകർമ്മം പോലെ ചെയ്യേണ്ടതായിട്ടുള്ള നിത്യകർമ്മങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. എന്നാൽ അതിലും പ്രധാനമായിട്ടുള്ളത് കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് ഈ ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി വരും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. ആരായാലും കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപ് ഈ ശരീരത്തിൽ നിന്ന് പിരിയേണ്ടി വരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ആവതുള്ളപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളിലെ യാഥാർത്ഥ്യവുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഇവിടെ പറയുന്നത്, സ്വാത്മയോഗാ തഥാ ബുദ്ധിരാത്മൈവ ബ്രഹ്മവേദിനഃ. ആത്മയോഗത്തിലൂടെ തൻ്റെ ബുദ്ധിയിലൂടെ ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ താൻ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഞാനിൽ നിന്ന് തൻ്റെ പ്രജ്ഞയെ തന്നിലെ താനിൽ ഉറപ്പിക്കണം. ദാറ്റ് ഈസ് ആത്മയോഗം. ഒരു കർമ്മവുമില്ലല്ലോ. എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പറഞ്ഞോ? എന്തെങ്കിലും ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞോ? എന്തെങ്കിലും കാണാതെ പഠിക്കാൻ പറഞ്ഞോ? ഏതെങ്കിലും ഉപനിഷത്തുകൾ കാണാതെ പഠിക്കാൻ പറഞ്ഞോ? ഒന്നും വേണ്ടല്ലോ. ഏതെങ്കിലും ശ്ലോകങ്ങൾ കാണാതെ പഠിക്കാൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് തിരിച്ചറിവിലൂടെ ഞാൻ ഇതല്ല ഇതിനകത്തിരിക്കുന്നത്. അതാണ് നിസർഗദത്തൻ പറഞ്ഞത്, ഐ എം ദാറ്റ്. ആ പുസ്തകത്തിൻ്റെ പേരതാണ്, ഐ എം ദാറ്റ്. ഞാൻ അതാണ്. എന്താ മഹാവാക്യം? അഹം ബ്രഹ്മാസ്മി. ഞാൻ, എന്നിലെ താൻ എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യം. അത് മായോപഹിത ചൈതന്യം. ഈശ്വരൻ മായയുമായിട്ട് ചേർന്നിരിക്കുന്നു. ബ്രഹ്മം മായാരഹിത ചൈതന്യം. രണ്ടും ഒന്ന് തന്നെ. ഒന്ന് മായയാൽ ആവൃതമായിരിക്കുന്നു, ജീവനാണെങ്കിലോ അവിദ്യയാൽ ആവൃതമായിരിക്കുന്നു. ജീവനിലുള്ള ചൈതന്യവും ഈശ്വരനിലുള്ള ചൈതന്യവും ഒന്നും. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. ജീവനിലിരിക്കുന്നതും ആ ചൈതന്യം. ജീവനിലിരിക്കുന്ന ആ ചൈതന്യത്തെ അജ്ഞാനം ആവരണം ചെയ്തിരിക്കുന്നു. അതേ ചൈതന്യം ഈശ്വരനിലും ഇരിക്കുന്നു. ആ ചൈതന്യത്തെ മായ ആവരണം ചെയ്തിരിക്കുന്നു. അതാണ് മായോപഹിത ചൈതന്യം. ഈശ്വരൻ്റെ ഡെഫിനിഷൻ മായോപഹിത ചൈതന്യം. ജീവൻ്റെ ഡെഫിനിഷൻ എന്താണ്? അവിദ്യോപഹിത ചൈതന്യം. രണ്ടും ചൈതന്യം. അവിദ്യോപഹിത ചൈതന്യം ജീവൻ, മായോപഹിത ചൈതന്യം ഈശ്വരൻ, മായാരഹിത ചൈതന്യം ബ്രഹ്മം.
മായോപഹിത ചൈതന്യം സാകാരരൂപം, മായാരഹിത ചൈതന്യം നിരാകാര സ്വരൂപം. അതിനെ നമ്മൾ ഓരോരുത്തരും പല പല പേരുകൾ കൊടുത്തിരിക്കുന്നു, ഓരോരുത്തരുടെ ഇച്ഛാനുസാരം. നേരത്തെ പറഞ്ഞതുപോലെ വാണിയന്മാരുടെ ഗണപതി, ബ്രാഹ്മണൻ്റെ ഗണപതി, നായരുടെ ഗണപതി, നാടാരുടെ ഗണപതി എന്നൊക്കെ ഓരോരുത്തരും. പക്ഷേ അവിടെ ഗണപതി ഒന്നാണെങ്കിലും കൈകാര്യം ചെയ്യുന്നവരുടെ ഭാവം വേറെ വേറെ ആയതുകൊണ്ട് ഗണപതിയും വാണിയ ഗണപതിയായി, ബ്രാഹ്മണ ഗണപതിയായി, നാടാർ ഗണപതിയായി ഇല്ലേ. അവരവരുടെ ആ ഭാവത്തിനനുസരിച്ച് ദൈവങ്ങൾക്ക് വരെ ജാതി കൽപ്പന അവിടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ആ കൽപ്പനകളൊന്നും കൂടാതെ ഈശ്വരൻ നാമരൂപരഹിതം, അതാണ് ജാതിനീതി കുലഗോത്രദൂരകം, നാമരൂപ ഗുണദോഷവർജിതം, ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. അത് നിങ്ങളിൽ സദാ കണ്ടുകൊണ്ടിരിക്കണം, സദാ കണ്ടുകൊണ്ടിരിക്കണം. ഒരു നിമിഷം പോലും കാണാതിരിക്കരുത്. എപ്പോഴും നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊള്ളൂ. ഭാര്യ, മക്കൾ, കുടുംബം എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു നിമിഷം പോലും നിങ്ങളുടെ ശ്രദ്ധ തന്നിലെ താനിൽ നിന്ന് മാറരുത്. കാരണം എന്താ? എപ്പോഴാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുന്നത്, പിടികൂടുന്നത്, പുറകിലുണ്ട് മറ്റവൻ അല്ലേ, പോത്ത്, കാലൻ, ഏത് നിമിഷവും പിടികൂടാം. ഇപ്പം തന്നെ തിരുവണ്ണാമലയിലെ ആഹാരം കഴിക്കാനായിട്ട് ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് ഞാൻ ഉരുണ്ട് താഴെ വീണു. പിന്നെ ബോധമില്ല, നിലത്ത് വീണവരൊക്കെ കൂടെ പിടിച്ച് ഉടനെ വീൽ ചെയറൊക്കെ കൊണ്ടുവന്ന് വീൽ ചെയറിലിരുത്തി ആശുപത്രി കൊണ്ടുപോയി. ഏത് നിമിഷമാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ ഒക്കില്ല. വീരവാദങ്ങളൊക്കെ കയ്യിലിരിക്കും. ഞാൻ ആനയാണ് പൂനയാണെന്നൊക്കെ പറഞ്ഞ് ഒന്നും കാര്യമില്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നിലത്ത് വീണിരിക്കും. അതുകൊണ്ട് അഹങ്കാരങ്ങളൊന്നും വേണ്ട. 24 മണിക്കൂറും ആരുടെ മനസ്സിലാണോ ആ മന്ത്രം, അജപ മന്ത്രം പോലെ സദാ ചൊല്ലുന്നത് എന്താ മന്ത്രം? ശിവോഹം ശിവോഹം ശിവോഹം, സോഹം സോഹം സോഹം. ഇതേതെങ്കിലും ദേവനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രമല്ല. ശിവോഹം എന്ന് പറഞ്ഞാൽ ശിവനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രമല്ല. പാമ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ശിവനെ അല്ല ശിവോഹം എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ശിവം, മംഗളസ്വരൂപം, തന്നിലെ താൻ, ഈശ്വര സ്വരൂപം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നാമരൂപരഹിതം, സാക്ഷി ചൈതന്യം. നമ്മൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മൂർത്തിയെ അവിടെ കൽപ്പന ചെയ്യുന്നില്ല. തന്നിലെ താൻ, ചൈതന്യസ്വരൂപം, ശിവം, മംഗളസ്വരൂപം. അതുകൊണ്ട് തൻ്റെ ഇടമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാം ശിവോഹം ശിവോഹം ശിവോഹം. ആ ശിവം ഞാനാണ്. ഏത്? എന്നിലെ താൻ. നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നിലെ താൻ, ഞാൻ അതാണ്, ഈ ഞാനല്ല. ശിവോഹമെന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന അർത്ഥം എന്താണ്? ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ മംഗളസ്വരൂപം, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്നാണ് പ്രതിധ്വനിക്കുന്നത്. നിങ്ങൾ ശിവോഹം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാവം അതായിരിക്കണം. എപ്പോഴും ഭാവമുണ്ടായിരിക്കണം. ഓരോ മന്ത്രം ചൊല്ലുമ്പോഴും ഈ ഭാവം വേണോ എന്ന് ചോദിക്കും. വേണ്ട, ഒരൊറ്റ ഭാവം സദാ നിലനിർത്തിയാൽ മതി. ഒരൊറ്റ ഭാവം.
നിങ്ങൾ ശിവോഹമെന്ന മന്ത്രം ചൊല്ലുമ്പോൾ ഈ ഭാവം സദാ നിങ്ങളിൽ പുലരണം. ഏത്? ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം, അതാണ് തന്നിലെ താൻ, തന്നിലെ മംഗളസ്വരൂപം, തന്നിലെ സത്തായ സ്വരൂപം. അതാണ് ഈ ശരീരം വിട്ടുപോകുന്നത്. ശരീരം വിട്ടുപോകുന്ന സമയത്ത് ആരുടെ ശ്രദ്ധയാണോ അതിൽ യോജിച്ചു നിൽക്കുന്നത്, ദറ്റ് ഈസ് യോഗ, ദറ്റ് ഈസ് യൂണിയൻ. അതാണ് ഇവിടെ പറഞ്ഞത്, സ്വാത്മയോഗ തഥാ ബുദ്ധിരാത്മൈവ ബ്രഹ്മവേദിന. ആ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മവേദി, ബ്രഹ്മത്തെ അറിയുന്നവൻ, തന്നിലെ തന്നെ അറിയുന്നവൻ ബ്രഹ്മവേദി. നിങ്ങളെയാണ് പറയുന്നത്. തന്നിലെ തന്നെ അറിയുന്നവൻ, തന്നിലെ താൻ ആരാണ്? ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മം തന്നെയാണ്. എന്താ ഈശ്വരനായിട്ടിരിക്കുന്നത്? മായോപഹിത ചൈതന്യം. മായ മാറിയാൽ മായാരഹിത ചൈതന്യം, ബ്രഹ്മം. നിങ്ങൾ ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ടാണ് മഹാവാക്യം പറയുന്നത്, അഹം ബ്രഹ്മാസ്മി തത് ത്വമസി. അത് നീയാകുന്നു. ഏത്? തന്നിലെ താൻ, തന്നിലെ താൻ, തത് ത്വമസി, അതാവുന്നു നീ. അതങ്ങോട്ട് ബോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം പറയാം, അഹം ബ്രഹ്മാസ്മി. ഈ ആത്മചൈതന്യം, എന്നിലെ ആത്മചൈതന്യം എന്താ? ആത്മാവെന്ന് പറയുന്നത് എന്താണ്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപക സൻ യഃ തിഷ്ഠതി സ ആത്മാ. ഈ ശരീരത്തിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് അതീതമായിട്ട്, പഞ്ചകോശങ്ങൾക്ക് അന്യമായിട്ട്, ഏതാ? അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം, ഈ പഞ്ചകോശങ്ങൾക്കെല്ലാം അതീതമായിട്ട് ഈ ശരീരത്തിൽ ഏതൊരു ചൈതന്യമാണോ ഉള്ളത്, പഞ്ചപ്രാണങ്ങൾക്ക് അതീതമായിട്ട്, ദശപ്രാണങ്ങൾക്ക് അതീതമായിട്ട് ഏതൊരു ചൈതന്യമാണോ ഈ ശരീരത്തിലുള്ളത്, അവസ്ഥാത്രയങ്ങൾക്ക്, ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് അന്യമായിട്ട്, അവയ്ക്കെല്ലാം സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ ഈ ശരീരത്തിൽ ഉള്ളതായിട്ടുള്ളത്, സ ആത്മാ. എവിടെ? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. അതാണ് നിങ്ങൾ സ്വയം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായിട്ടാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ അത് മനസ്സിലാകുമെങ്കിൽ നിങ്ങൾക്ക് സ്വയം പറയാം, അഹമാത്മാ. കൃഷ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾക്ക് വെളിവാകും. അഹമാത്മാ ഗുഡാകേശ, ഞാൻ ആത്മചൈതന്യമാണ്. എത്ര മനോഹരമായ ഒരു മന്ത്രം. പക്ഷേ നമ്മളെല്ലാം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ആ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ഓഷോ മഹാവാക്യമായിട്ട് പറഞ്ഞിരിക്കുന്ന മന്ത്രമുണ്ടല്ലോ, യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി. സംയമി ആര്? ഈ വസ്തുബോധത്തിലേക്ക് ഉണർന്നവൻ. യാ നിശ സർവഭൂതാനാം, സർവഭൂതങ്ങൾക്കും ഏതൊന്നാണോ അറിയപ്പെടാതിരിക്കുന്നത്, രാത്രി പോലെ ഇരിക്കുന്നത്, ഇരുട്ട് പോലെ ഇരിക്കുന്നത്, അജ്ഞാനമായിട്ടിരിക്കുന്നത്, ഏത്? ഈ തന്നിലെ താൻ, തന്നിലെ താൻ. ഇപ്പോൾ നിങ്ങൾ കേട്ട് നിങ്ങൾ അതിലേക്ക് ഉണർവോടുകൂടിയിരിക്കുന്നു. ആ ഉണർവ് ആരാണോ സദാ നിലനിർത്തുന്നത്, മരണസമയത്തും ആ ഉണർവ് ആരിലാണോ നിലനിൽക്കുന്നത്, അവൻ മരിക്കുന്നില്ല. പിന്നെ അവൻ അതുമയമായിട്ട് തീരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ അതുമയമായിട്ട് തീരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആത്മൈവ ബ്രഹ്മവേദിന. നിരന്തര വിചാരത്തിലൂടെ അവൻ ആ ആത്മാവുമായിട്ട് യോജിച്ചിരിക്കുന്നു. യോഗം, ജ്ഞാനം ആദ്യം, രണ്ടാമത് യോഗം.
ഈ കേട്ട് നിങ്ങൾ അറിയുന്നത് ജ്ഞാനം. ഈ അറിവിനെ നിങ്ങളിലെ താനുമായിട്ട് യോജിപ്പിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നത് യോഗം. യോഗത്തിലൂടെ മാത്രമേ സാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. യോജിക്കണം. കേട്ടാൽ മാത്രം പോരാ. ഞാൻ എന്നിലെ താനാണ് എന്ന് നിങ്ങൾ കേൾക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ താനായി തീരില്ല. താനാകണമെങ്കിൽ നിങ്ങളുടെ പ്രജ്ഞ, നിങ്ങളുടെ ശ്രദ്ധ തന്നിലെ താനുമായിട്ട് യോജിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. സൈന്ധവസ്യ ഘനോ യദ്വത് ജലയോഗാത് ജലം ഭവേത്. ഉപ്പുകട്ട വെള്ളത്തിലിട്ടാൽ ഏത് പ്രകാരമാണോ ആ ജലമയമായി തീരുന്നത് ഉപ്പുകട്ട, അതുപോലെ ഞാൻ എന്നിലെ ആത്മചൈതന്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ നിരന്തര വിചാരത്തിലൂടെ, അതാണ് ആത്മയോഗം, അതുമായിട്ട് യോജിക്കുന്നത്, സദാ സർവകർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിനിടയിലും ഈ മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ സദാ മുഴങ്ങണം. അതാണ് അജപ മന്ത്രം. ജപിക്കാതിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ മന്ത്രം മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. ഏത് മന്ത്രം? സോഹം സോഹം സോഹം, ശിവോഹം ശിവോഹം ശിവോഹം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ള വർത്തമാനമാണ്? ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി, മോക്ഷത്തിനു വേണ്ടി. എന്താ മോക്ഷം? ഇനി ജനിക്കാതിരിക്കുന്നതിന് വേണ്ടി. ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. മരിക്കാതിരിക്കുന്നതിനുള്ള മന്ത്രമാണ് നിങ്ങൾ ഓരോരുത്തരും സ്വായത്തമാക്കിയിരിക്കുന്നത്. തൻ്റെ ഇടമായിട്ട് നിങ്ങൾ ആളുകളോട് പറഞ്ഞോളൂ, ഞാൻ മരിക്കാതിരിക്കുന്ന മന്ത്രം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ മരിക്കാതിരിക്കുന്ന നില കിട്ടിക്കഴിഞ്ഞു, മരിക്കാതിരിക്കുന്ന മന്ത്രം കിട്ടിക്കഴിഞ്ഞു. എന്താ? ഞാൻ ഈ നാമരൂപധാരിയായ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞാൽ മാത്രം പോരാ, അറിയുന്നത് എന്താണ്? ജ്ഞാനം. അതുമായിട്ട് യോജിക്കണം. ദാറ്റ് ഈസ് യോഗ. സോ ജ്ഞാനവും യോഗവും. ആദ്യം ജ്ഞാനം, രണ്ടാമത് യോഗം. അതാണ് ഈ മന്ത്രത്തിൻ്റെ പൊരുൾ. സൈന്ധവസ്യ ഘനോ യദ്വത് ജലയോഗാത് ജലം ഭവേത് സ്വാത്മയോഗാത് തഥാ ബുദ്ധിരാത്മൈവ ബ്രഹ്മവേദിനഃ. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യസ്വാമികൾ പറയും, ന യോഗേന ന സാഖ്യേന ന കർമ്മണ നോ ന വിദ്യയ ബ്രഹ്മാത്മൈകത്വബോധേന മോക്ഷഃ സിദ്ധ്യതി ന അന്യഥ. ബ്രഹ്മ ആത്മ ഏകത്വ യോഗേന, തന്നിലെ ജ്ഞാനും തന്നിലെ താനും തമ്മിലുള്ള യോജിപ്പ്, ദാറ്റ് ഈസ് ആത്മ ബ്രഹ്മ ഐക്യം. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.